ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 7. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 11 is added to a number, give twice another number. 20 is added to second number, gives twice first number. What are the numbers? സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. ഏറ്റവും അവസാനമായിട്ട് സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. രണ്ട് നമ്പേഴ്സ് ഉണ്ട്. 11 is added to a number. 11 ഒരു നമ്പറിനോട് ആഡ് ചെയ്താൽ gives twice another number. മറ്റേ നമ്പറിന് ട്വൈസ് വരുമെന്ന്. അപ്പോൾ നമ്മൾ ലെറ്റ് ദ നമ്പേഴ്സ് എഴുതണ്ടേ? ഫസ്റ്റ് കണ്ടീഷൻ എഴുതാം. ലെറ്റ് ദ നമ്പേഴ്സ് ലെറ്റ് ദ ഫസ്റ്റ് നമ്പർ അങ്ങനെ എഴുതാം. ലെറ്റ് ദ ഫസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എക്സ് എന്നും സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു വൈ. ഫസ്റ്റ് നമ്പർ എക്സ് എന്നും സെക്കൻഡ് നമ്പർ വൈ എന്നും. അവരെന്താ ഫസ്റ്റ് കണ്ടീഷൻ 11 ഈസ് ആഡഡ് ടു എ നമ്പർ. ഒരു നമ്പർ, അപ്പോൾ ഒന്നാമത്തെ നമ്പർ ഫസ്റ്റ് നമ്പർ തന്നെ അതിനോട് ആഡ് ചെയ്താൽ ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ. അപ്പോൾ ഒന്നാമത്തെ നമ്പറിനോട് എത്ര ആഡ് ചെയ്യണം? 11. ഫസ്റ്റ് കണ്ടീഷൻ ആണ്. എക്സിനോട് 11 ആഡ് ചെയ്താൽ സെക്കൻഡ് നമ്പറിന്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2y. മൾട്ടിപ്ലിക്കേഷനാണ്. ട്വൈസ് ഇരട്ടി, രണ്ടിരട്ടി. എക്സും വൈ ഒരുമിച്ചാക്കാൻ സംഖ്യ അപ്പുറത്താക്കി ഇക്വേഷൻ കറക്റ്റ് ആക്കാം. എക്സ് ഇങ്ങോട്ട് വച്ചു, 2y ഇപ്പുറത്ത് വന്നു, +2y ആയിരുന്നു, -2y ആണ്. അതേ സമയത്ത് 11 ഇപ്പുറത്തോട്ട് കൊണ്ടുപോകും, +11 ആണ്, -11. ഫസ്റ്റ് കണ്ടീഷൻ ഒരേപോലെ ഒന്നും ഇല്ലല്ലോ, ക്യാൻസൽ ആക്കി ചെറുതാക്കാം. ഇവിടെ 1x, ഇവിടെ 2y, 11. ഫസ്റ്റ് കണ്ടീഷൻ എഴുതി. ഓക്കെ, ഇനി സെക്കൻഡ് കണ്ടീഷൻ 20 ഈസ് ആഡഡ് ടു സെക്കൻഡ് നമ്പർ. സെക്കൻഡ് നമ്പറിൻ്റെ കൂടെ ഇതിലെ സെക്കൻഡ് നമ്പർ അതിൻ്റെ കൂടെ 20 ആഡ് ചെയ്താൽ y + 20 ഈസ് ഈക്വൽ ടു ഗീവ്സ് ദ ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പറിൻ്റെ ട്വൈസ്. കേട്ടോ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻ ഒന്ന് എഴുതാൻ മാത്രം പഠിച്ചാൽ മതി മക്കളെ. ഈ തരുന്ന ഇതിനകത്തൊന്ന് കണ്ടീഷൻ കറക്റ്റായിട്ടൊന്ന് എഴുതണം. ഓക്കെ, സെക്കൻഡ് നമ്പറിൻ്റെ കൂടെ 20 ആഡ് ചെയ്താൽ ഫസ്റ്റ് നമ്പറിൻ്റെ ട്വൈസ്. അപ്പോൾ എക്സും വൈ ഇപ്പുറത്ത് കൊണ്ടുവരാം. പക്ഷേ എക്സ് മാത്രം കൊണ്ടുവരാം ഇങ്ങോട്ട്, 20 അപ്പുറത്ത് കൊണ്ടുപോകാം. എക്സ് ആദ്യം എഴുതുന്നത് -2x +2x ആയിരുന്നു, -2x. വൈ അവിടെ കിടപ്പുണ്ട്, +20 അപ്പുറത്ത് പോയപ്പോൾ -20. പിന്നെ ക്യാൻസൽ ആക്കാനുണ്ടോ, ചെറുതാക്കാനുണ്ടോ? ഇത് 2, ഇത് y 1, ഇവിടെ 20. അത് സെക്കൻഡ് ഇക്വേഷൻ കിട്ടി. ഇത് സെക്കൻഡ് ഇക്വേഷനാണ്. അപ്പോൾ രണ്ടും അടുപ്പിച്ച് എഴുതട്ടെ ഞാൻ. -2x + y, ഇത് ബാക്കിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് എഴുതാം. ഫസ്റ്റ് നമ്പർ എക്സ് എന്നും, അപ്പോൾ ഇക്വേഷൻ x - 2y ഈസ് ഈക്വൽ ടു -11 ഫസ്റ്റ് ഇക്വേഷനും, -2x + y ഈസ് ഈക്വൽ ടു -20 സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ക്യാൻസൽ ആക്കണ്ടേ ആരെങ്കിലും? ആരെ ക്യാൻസൽ ആക്കും മക്കളെ? ആരെ ക്യാൻസൽ ആക്കും? ഓക്കെ, എക്സിനെ ആക്കാം അല്ലേ? എക്സിനെ ആക്കിക്കേ. എക്സിനെ ആക്കണമെങ്കിൽ ഇവിടെ 2 ഉണ്ട്, അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണോ? വേണ്ട, പയ്യെ വേണമെങ്കിലും ആക്കാം. ഞാനിപ്പോൾ എക്സിനെയാണ് ആക്കാൻ പോകുന്നത്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ഫുള്ള്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 2x. ഇതെന്താകും? -2 × 2 4y is equal to 11 × 2 22 -22. ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇക്വേഷൻ നമ്പർ 2 അതുപോലെ തന്നെ എഴുതുക, വേറെ മാറ്റമൊന്നും വരുത്തുന്നില്ല അതുകൊണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ, 2x പ്ലസ് മൈനസ് അവർ ക്യാൻസൽ ആയിട്ട് പോയി. ഇവരെ -4ഉം +1. അപ്പം എന്നാ ഒരു ആൻസർ? സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ -3. ഇവിടെ രണ്ടും മൈനസ് ആണ് അല്ലേ? രണ്ടും മൈനസ് അല്ലേ? അപ്പം ആഡ് ചെയ്യും, മൈനസ് ആയി. അപ്പുറത്ത് ഇപ്പുറത്ത് മൈനസ് ഒന്നും മൈനസ് ക്യാൻസൽ ആയി പോയില്ലേ മക്കളെ? അപ്പോൾ y ഒറ്റയ്ക്ക് ആക്കിക്കേ. 42 / 3 13 4 അല്ല സോറി ഇവിടെ നോക്കട്ടെ. 42 / 3 3 12. ഓക്കെ, അപ്പോൾ എത്രയാണ് ആൻസർ? 14. അപ്പോൾ വൈയുടെ വില എന്താ കിട്ടി? സോറി 13 എന്നൊക്കെ എഴുതി വെച്ചേ. വൈയുടെ വില എത്ര കിട്ടി മക്കളെ? 14. അപ്പോൾ ഏതെങ്കിലും ഇക്വേഷനകത്തോട്ട് വൈയുടെ വാല്യൂ കൊടുത്താൽ പോരെ? ഫസ്റ്റിനകത്ത് തന്നെ കൊടുക്കാം അല്ലേ? x - 2y ഈസ് ഈക്വൽ ടു -11നകത്ത് വൈയുടെ സ്ഥാനത്ത് 14. അപ്പോൾ x - 2 × 14 ഈസ് ഈക്വൽ ടു -11. അപ്പം x - 14 × 2 എത്രയാണ്? 28 ഈസ് ഈക്വൽ ടു -11. അപ്പോൾ x ഈസ് ഈക്വൽ ടു -28 ഇപ്പുറത്ത് കൊണ്ടുപോകാം. -11 അവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് അത് ആദ്യം തന്നെ എഴുതും കേട്ടോ.
-28 പ്ലസ് 28 ആയി. എക്സ് ഈസ് ഈക്വൽ ടു ഒരു പ്ലസും മൈനസും വന്നാൽ സബ്ട്രാക്ട് ചെയ്യും, ഇതൊന്നും പറഞ്ഞിട്ട് എന്നിട്ട് വലുതിൻ്റെ സൈൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് 17 എന്നും വൈയുടെ വാല്യൂ എത്ര കിട്ടി 14 എന്നും കിട്ടി. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത ഫസ്റ്റ് നമ്പർ എന്നും വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് നമ്പർ എന്നും നമ്മൾ എടുത്തിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മൾ എടുത്തെഴുതണ്ടേ. Therefore first number is equal to x ആണ് 17. ഇനി സെക്കൻഡ് നമ്പർ ഈസ് ഈക്വൽ ടു 40. രണ്ട് നമ്പേഴ്സും കിട്ടി. ഇത് സിമ്പിളായിട്ടുള്ളതായിരുന്നു മക്കളെ, സിമ്പിളായിട്ടുള്ള ഇക്വേഷനാണ്. ഇക്വേഷൻ ഉണ്ടാക്കുക, ഒരുപോലെ ആക്കുക കേട്ടോ. ഒരുപോലെ ആക്കുന്നത് പല രീതിയിൽ ഒരുപോലെ ആക്കി. നമ്മൾ മൾട്ടിപ്പിൾസ് വരുവാണെങ്കിൽ ഒരു ഇക്വേഷനെ മാത്രം മാറ്റി, മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ കിടക്കുന്നതിനോട് മേളെ മൾട്ടിപ്ലൈ ചെയ്ത് മേളെ കിടക്കുന്നുണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരുപോലെ ആക്കി. രണ്ടും പ്ലസ് ആണെങ്കിൽ ഒരെണ്ണത്തിനെ മൈനസ് ആക്കി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി, അങ്ങനെ പല രീതിയിൽ നമ്മൾ കാൽക്കുലേഷനിൽ ഇക്വേഷൻസ് മാറ്റിയിട്ടുണ്ട്. അതെല്ലാം സൂക്ഷ്മമായിട്ട് നിങ്ങൾ ചെയ്യണം. ചെയ്തത് കേട്ടിട്ട് വെറുതെ കേട്ടു പോകരുത്. ഇപ്പം ഞാൻ പറയുന്നു 2 പ്രാവശ്യം വീഡിയോ കാണുന്ന പോലെ വെറുതെ കേട്ടു പോകാനല്ല, അതെങ്ങനെയാണ് ഓരോ സ്റ്റെപ്പും ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ കേട്ടോ മക്കളെ. ഓൾ ദ ബെസ്റ്റ്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ തീർന്നു. ഇനി എക്സാം ആകട്ടെ, നമുക്ക് ഇപ്പം അടുത്ത ഓണപ്പരീക്ഷ വരുമല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ നമുക്ക് തറവാക്കാം. ഓക്കെ മക്കളെ, ഇതേപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ മക്കളെ, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് ചാപ്റ്റർ ഇപ്പോൾ ഉടനെ തന്നെ, ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങും. ഉടനെ തന്നെ 10th തുടങ്ങും. ടെക്സ്റ്റ് കിട്ടാനുള്ള താമസം വന്നത് എനിക്ക് ടെക്സ്റ്റ് കിട്ടിയില്ല. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.